9.5 കിലോ കഞ്ചാവുമായി എത്തിയ മൂവർ സംഘത്തെ കോതമംഗലം എക്സൈസ് അതിസാഹസികമായാണ് പിടികൂടിയത്. ഇതര സംസ്ഥാനക്കാരായ സമീൻ ഷെയ്ഖ്, മമൻ ഷെയ്ഖ്, അബീഖുൽ ഇസ്ലാം എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സബിൻ ടിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോതമംഗലത്തേക്ക് കഞ്ചാവുമായി മൂവർ സംഘം സ്കൂട്ടറിൽ വരുന്നുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പെരുമറ്റത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് വിൽപ്പനക്കാർ പിടിയിലായത്. 2 കിലോഗ്രാം കഞ്ചാവ് വണ്ടിയിൽ നിന്ന് കിട്ടിയതിനെ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പെരുമറ്റം പുഴയുടെ തീരത്ത് പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച 7.5 കിലോ കഞ്ചാവ് കൂടി കണ്ടെടുക്കുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായം ലഭിച്ചതിനാലാണ് കൂടുതൽ കഞ്ചാവ് കണ്ടെടുക്കാൻ കഴിഞ്ഞതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സബിൻ ടി പറഞ്ഞു. ഇന്നേ ദിവസം നമ്മുടെ ഓഫീസിൽ കിട്ടിയ ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കേസ് കണ്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ, മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് 3 പേര് ഒരു സ്കൂട്ടറിൽ ട്രിപ്പിളായിട്ട് വരുന്നുണ്ടെന്നും അവരുടെ സ്കൂട്ടറിനകത്ത് കഞ്ചാവ് സൂക്ഷിക്കുന്നുണ്ടെന്നും ഈ ഭാഗത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുവാണെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്ഥലം ഏതായിരുന്നു, കാരക്കുന്ന ഭാഗത്ത് പോയി വാഹന പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഇവർ നമ്മുടെ വാഹനം കണ്ടു, നമ്മൾ കൈ കാണിച്ച് അവർ നിർത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ വണ്ടി ഓഫായിപ്പോയി. അങ്ങനെ ഞങ്ങളവരെ പെട്ടെന്ന് രക്ഷപ്പെടാതെ നമ്മൾ പിടികൂടി. അതിനുശേഷം വാഹനത്തിൽ നിന്ന് നമുക്ക് ഏകദേശം കിട്ടിയ കഞ്ചാവ് ഏകദേശം ഒരു 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പിന്നെ അവരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ബാക്കിയുള്ള എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പെരുമറ്റം ഭാഗത്ത് അവരൊരു പെരുമറ്റ പള്ളിയുടെ സമീപത്തുള്ള ഒരു ആറ്റ് ഇറമ്പിൽ ഇവർ കൂടുതൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നൊരു രഹസ്യവിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും അവിടെ ചെന്നു. അത് കുറച്ചുകൂടെ സാഹസികമായിരുന്നു. കാരണം പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അകത്ത് കയറി വേണം. അവർ അത്ര പെട്ടെന്ന് സാധാരണക്കാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പൊന്തക്കാട്ടിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ആ നാട്ടിലെ നിവാസികളുടെ ഒരു ഹെൽപ്പ് നമുക്കുണ്ടായിരുന്നു. അവർ നമ്മളെ വളരെയേറെ സഹായിച്ചു, പ്രത്യേകിച്ച് ആ പള്ളിയിലെ വിശ്വാസികൾ. അപ്പോൾ അവരുടെ ഒരു സഹായത്തോടു കൂടിയാണ് നമുക്ക് ബാക്കിയുള്ള കൊണ്ടിവിടെ കണ്ടെടുക്കാൻ പറ്റിയത്. ആ കാര്യത്തിൽ എനിക്ക് ആ നാട്ടുകാരോടുള്ള നന്ദിയോടെ ഞാനൊന്ന് പറയുകയാണ്. അതുപോലെ നാട്ടുകാരായിട്ടുള്ളവരൊക്കെ നമ്മളെ ഇതുപോലെ കേസൊക്കെ എടുക്കുന്നതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ 2 പേര് പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. ഒരാൾ ആസാം സ്വദേശിയാണ്. ഒരാളുടെ പേര് സമീൻ ഷെയ്ഖ് എന്നാണ്, മറ്റൊരാളുടെ പേര് മമൻ ഷെയ്ഖ്, ഒരാൾ അബീഖുൽ ഇസ്ലാം. അങ്ങനെ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി കൂടുതൽ ആൾക്കാരുണ്ടോ എന്നറിയത്തില്ല. അവരെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.